ഹായ്, ആത്മയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 ദിവസമായി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മുഖമുണ്ട്. അതെ, നമ്മുടെ പഞ്ചിന്റെ. ജപ്പാനിലെ ഒരു മൃഗശാലയിലായിരുന്നു പഞ്ചിന്റെ ജനനം. ജന്മത്തോടെ തന്നെ അവന്റെ അമ്മ അവനെ ഉപേക്ഷിച്ചു. പോരാത്തതിന് അവന്റെ കൂട്ടത്തിനുള്ള കുരങ്ങന്മാർ അവനെ ഉപദ്രവിക്കാനും തുടങ്ങി. പേടിച്ച് വിറച്ച ആ കുട്ടിക്ക് ആകെ കിട്ടിയത് ഒരു പാവക്കുട്ടിയാണ്. ആ പാവയെ തന്റെ അമ്മയായി കരുതി അവൻ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ആ കാഴ്ച ലോകമെമ്പാടുമുള്ള ദശലക്ഷത്തിന് ആൾക്കാരെയാണ് സങ്കടത്തിലാക്കിയത്. ആ പാവയില്ലാതെ പഞ്ചിന് ഒരടി പോലും നീങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഭയം തോന്നുമ്പോഴും സങ്കടം വരുമ്പോഴും അവൻ ആ പാവയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിരുന്നു. നമുക്കിതൊരു വീഡിയോ മാത്രമായിരിക്കാം, പക്ഷെ പഞ്ചിന്റെ ജീവിതവും നമ്മുടെ ജീവിതവുമായി വലിയൊരു സാമ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മൾ ഒറ്റപ്പെടാറില്ലേ? പ്രിയപ്പെട്ടവർ കൈവിടുമ്പോഴോ വിശ്വസിച്ചവർ നമ്മളെ ചതിക്കുമ്പോഴോ നമ്മളും പഞ്ചിനെ പോലെ ആരുമില്ലാത്തവരാകും. ആ സമയത്ത് നമ്മളെ താങ്ങി നിർത്താൻ, നമ്മളെ ഒന്ന് നെഞ്ചോട് ചേർക്കാൻ ആരെങ്കിലും ഉണ്ടാവോ? ആരും കാണില്ല. നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും. പഞ്ചിന് ആ പാവക്കുട്ടി സന്തോഷം കൊടുത്തതുപോലെ നമുക്ക് ഒരു ചെറിയ ഹോബിയോ, നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പാട്ടോ, ചില വ്യക്തികളുടെ സംസാരമോ, അല്ലെങ്കിൽ സ്വയം തന്നെ പറയുക കുഴപ്പമില്ല, ഞങ്ങളിത് തരണം ചെയ്യും എന്നൊരു വിശ്വാസമോ നമ്മളിൽ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തെ തിരിച്ചു പിടിക്കും, ഉറപ്പാണ്. ഓർക്കുക, പഞ്ച് ഇപ്പോൾ മറ്റു കുരങ്ങുകൾക്കിടയിൽ ഇടം നേടിയിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ ഇന്നത്തെ സങ്കടവും മാറും.